ന്യൂസിലാൻഡിലെ മസ്ജിദിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹൈദരാബാദ് സ്വദേശി ഉസൈൻ ഖാദർ ന്യൂസിലാൻഡിലെത്തിയത് പൈലറ്റ് ആവുക എന്ന സ്വപ്നവുമായാണ്. ജിദ്ദയിലായിരുന്നു ഉസൈന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പഠനത്തിൽ മിടുക്കനായിരുന്ന മകനെയോർത്ത് വിതുമ്പുകയാണ് പിതാവ് ഖാദിർ ഹബീബ്. ന്യൂസിലൻഡിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹൈദരാബാദ് സ്വദേശി ഉസൈർ ഖാദർ വളർന്നതും പഠിച്ചതുമെല്ലാം ജിദ്ദയിലായിരുന്നു. വർഷങ്ങളായി ജിദ്ദയിലുള്ള ഖാദിർ ഹബീബ്, ഇസദ് മെഹബൂബ് ദമ്പതികളുടെ 4 ആൺമക്കളിൽ രണ്ടാമനാണ് ഉസൈർ ഖാദർ. ജിദ്ദയിലെ അൽവുറൂദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും 2007 പഠനം പൂർത്തിയാക്കിയ ഉസൈർ ഉപരിപഠനാവശ്യാർത്ഥം ഹൈദരാബാദിലേക്ക് മടങ്ങുകയായിരുന്നു. ബിരുദ പഠനത്തിനു ശേഷം സഹോദരനും ഇൻഡിഗോ വിമാനത്തിൽ പൈലറ്റുമായ ഉമർ ഖാദറിന്റെ വഴി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഉസൈറും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി 1 വർഷം മുമ്പാണ് ന്യൂസിലൻഡിലേക്ക് പോയത്. He completed his graduation and then he gone to New Zealand for his training. I see the news of 10:30 and immediately I call, but my younger son is in the flight. After that he called me when he land Delhi. He told me that Baba, I know this and I am coming back to Hyderabad. I cancel my scheduled flight and then I know this. പഠനം പൂർത്തിയാകാൻ 2 മാസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോഴാണ് ഭീകരാക്രമണത്തിന്റെ ഇരയായത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹോദരൻ ഉമർ ഖാദിർ ന്യൂസിലൻഡിലേക്ക് പോയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കകം മൃതദേഹം ഹൈദരാബാദിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പിതാവ് ഖാദിർ ഹബീബും ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.